Welcome to Real Analysis class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊണോട്ടോൺ കൺവേർജൻസ് തിയറാണ് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അതൊരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണ്. കാരണം ഏതൊരു സീക്വൻസിലും എന്തുണ്ടാവും, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് തിയറം പറയുന്നത്. അതുപോലെ അടുത്ത തിയറാണ് ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം. ബോൾസാനോ ആൻഡ് വെയർസ്ട്രാസ് രണ്ട് മാത്തമാറ്റീഷ്യൻസ് ആണ്, അവരുടെ പേര് അറിയപ്പെടുന്ന ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം. പറയുന്നത് എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ്. A bounded sequence of real numbers has a convergent subsequence. A bounded sequence has a convergent subsequence. ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിനെന്തായാലും ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടായിരിക്കും. ഒരു സീക്വൻസ് എടുത്താൽ അതിന് ഏതൊരു സീക്വൻസ് എടുത്താലും അതിനൊരു സബ്സീക്വൻസ് ഉണ്ടെന്ന് മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം പറയുന്നുണ്ട്. ഏതൊരു സീക്വൻസ് എടുത്താലും അതിനൊരു സബ്സീക്വൻസ് ഉണ്ട്, പക്ഷെ അത് കൺവേർജന്റ് ആണെന്നൊന്നും പറയുന്നില്ല. ഏതൊരു സീക്വൻസ് എടുത്താലും ഒരു സബ്സീക്വൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്ത തിയറം പറയുന്നത് കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും, ഒരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താൽ അതിനൊരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും അതിനെന്തുണ്ട്, ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തിയറം പറയുന്നത് ഏതൊരു സീക്വൻസിനും മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട്, പക്ഷേ അത് കൺവേർജന്റ് ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഇപ്പം പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഞാൻ എന്തായാലും തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഒന്ന് എഴുതാം. ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം, ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ Bolzano-Weierstrass theorem. Okay, Bolzano-Weierstrass theorem. A bounded sequence of real numbers has a sequence of real numbers has a convergent subsequence. കൺവേർജന്റ് സബ്സീക്വൻസ്. അപ്പൊ നമുക്ക് സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അതിനെന്തുണ്ടാവും, കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ടാവും. വളരെ ഈസിയാണ് പ്രൂഫ്. രണ്ട് പ്രൂഫ് നമുക്ക് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വലിയ മാർക്കിന് നിങ്ങൾക്ക് എസ് എ ടൈപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് ഇതിനെ ആൻസർ ചെയ്യാം. ഒന്ന്, നമ്മൾ മുൻപ് പഠിച്ച രണ്ട് തിയറം കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൂഫ് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ആ രണ്ട് തിയറി എഴുതിയിട്ട് അത് രണ്ടും പ്രൂവ് ചെയ്യാൻ, എന്നിട്ട് അത് വെച്ചിട്ട് ഇത് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രൂഫ് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. രണ്ട് പ്രൂഫും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഓൾറെഡി ചെയ്തത് കൊണ്ട് തന്നെ കോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. അപ്പോൾ ഇൻഡിപെൻഡന്റ് പ്രൂഫ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അത് കൺസ്ട്രക്റ്റീവ് പ്രൂഫാണ്. പക്ഷേ കഴിഞ്ഞ നിങ്ങൾ പഠിച്ച രണ്ട് പ്രൂഫ് അത് ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. പഠിച്ചു കഴിഞ്ഞ രണ്ട് തിയറം ഉപയോഗിച്ചിട്ട് ഇതിന് പ്രൂഫ് രണ്ട് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പം നിങ്ങൾ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. ആലോചിക്കാൻ നിർബന്ധമായിട്ട് ആലോചിക്കരുത്. 100%, 99% ആൾക്കാർക്കും കിട്ടും. 100% ഉറപ്പാണ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ചിന്തിക്കാൻ തയ്യാറാവണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു വാശി വേണം, ഇത് ഞാൻ കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യുന്നു. ഒന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ആൻസർ പേപ്പറിൽ എഴുതുക, എന്നിട്ട് ശരിയാണോ നോക്കാൻ വേണ്ടി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പ്രൂഫ് 1, let x equal to xn be a bounded sequence by monotone subsequence theorem. That is previous theorem. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത തിയറം. Previous theorem പ്രകാരം there exists a subsequence x dash is equal to xnk for x which is monotone. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എക്സ് ബൗണ്ടഡ് സീക്വൻസ് ആണ്. നമുക്ക് എന്തായാലും ഏത് ബൗണ്ടഡ് ആവണമെന്നില്ല, വെറും ഒരു സീക്വൻസ് തന്നാൽ തന്നെ മൊണോട്ടോൺ സബ്സീക്വൻസ് തിയറം പറഞ്ഞാൽ അതിനെന്തുണ്ടാവും, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടാവും.
ഒരു ബൗണ്ടഡ് സീക്വൻസിന് ബൗണ്ടഡ് ആവണമെന്നില്ല, ഏതൊരു സീക്വൻസിനും ഒരു സീക്വൻസ് എടുത്താൽ അതിൽ സബ് സീക്വൻസ് ഉണ്ടാവും മോണോട്ടോൺ ആയിട്ടുള്ള, മോണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അതാണ് മോണോട്ടോൺ സബ് സീക്വൻസ് തിയറം പറയുന്നത്. സിൻസ് xn is bounded, since capital X is bounded, capital X bounded ആയതുകൊണ്ട് x dash is also bounded. അതെങ്ങനെയാ, വളരെ ക്ലിയർ അല്ലേ? അത് ക്യാപിറ്റൽ എക്സ് ബൗണ്ടഡ് ആണെന്നാണ്. ക്യാപിറ്റൽ എക്സ് എന്നുള്ള ഒറിജിനൽ സീക്വൻസിന് തന്നെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടെങ്കിൽ അതിനുള്ളിലൊക്കെ രണ്ട് അപ്പർ ബൗണ്ടിന് ലോവർ ബൗണ്ടിന് ഉള്ളിലാണ് ഒറിജിനൽ സീക്വൻസ് തന്നെ കിടക്കുന്നതെങ്കിൽ അതിന്റെ ഒരു സബ്സെറ്റ് അല്ലേ, അതിനുള്ളിൽ നിന്ന് കുറച്ച് ആൾക്കാർ എടുത്തിട്ടല്ലേ സബ് സീക്വൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അതേ അപ്പർ ബൗണ്ട് അതേ ലോവർ ബൗണ്ട് തന്നെ മതി. അപ്പോൾ ഒറിജിനൽ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ സബ് സീക്വൻസ് ക്ലിയർലി ബൗണ്ടഡ് ആണ്. ഓക്കെ, അതിനേക്കാൾ ഉള്ളിലുണ്ടാവുക, അപ്പം ബൗണ്ടഡ് ആണ്. സോ എക്സ് ഡാഷ് ഈസ് ഓൾസോ ബൗണ്ടഡ്. ഇപ്പൊ എന്ത് കിട്ടി? എക്സ് ഡാഷ് എന്തായി? മോണോട്ടോണുമായി ബൗണ്ടഡ് വരും. സോ എക്സ് ഡാഷ് ഫോർ എക്സ് വിച്ച് ഈസ് മോണോട്ടോൺ, എക്സ് ഡാഷ് എന്തായി? മോണോട്ടോൺ ആയി ബൗണ്ടഡ് വരും. എന്താ മോണോട്ടോണും ബൗണ്ടഡും ആയുള്ള പ്രത്യേകത? നമ്മൾ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം എക്സ് ഡാഷ് ഈസ് കൺവേർജന്റ്. X dash is convergent, therefore hence the proof. Above we got an x dash which is convergent. So x equal to xn എന്ന സീക്വൻസ് എടുത്തപ്പോൾ നമുക്കൊരു x dash എന്നൊരു സബ്സീക്വൻസ് കിട്ടി, അത് കൺവേർജന്റ് ആണ്. അത്രേ ഉള്ളൂ. അപ്പം മോണോട്ടോൺ സബ്സീക്വൻസ് തിയറവും മോണോട്ടോൺ കൺവേർജൻസ് തിയറും കൂടി ഒന്ന് ഉപയോഗിച്ചാൽ, ആ രണ്ട് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ വളരെ ഈസി ആയിട്ട് ഇതിന്റെ പ്രൂഫ് കിട്ടും. പക്ഷേ ഇത് പ്രൂഫ് നമ്പർ 1 ആണ്. ഇനി ഒരു ഇൻഡിപെൻഡന്റ് പ്രൂഫ് നമുക്ക് ഉണ്ടാക്കാം. Okay, independent proof. Proof number 2. Proof 2. Okay. Since capital X equal to xn is bounded. അപ്പോൾ നമ്മൾ എക്സും xn ഒന്നും തുടക്കത്തിൽ തരാത്തത് കൊണ്ട് നമുക്ക് let x equal to xn എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. Let x equal to xn be a bounded sequence. Bounded sequence of real numbers. Then set xn n element of n is bounded. Is contained in okay, അത് bounded ആയിരിക്കും. Is contained in n COVID-19 പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു. ഇന്റർവൽ I1 is equal to closed interval AB. Okay, അപ്പോൾ നമുക്ക് xn എന്ന ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് സെറ്റ് xn അതിന്റെ ടേംസിന്റെ സെറ്റ്, ആ സെറ്റ് ബൗണ്ടഡ് ആയിരിക്കും. സീക്വൻസ് ബൗണ്ടഡ് എന്ന് പറഞ്ഞ അർത്ഥം അതിന്റെ ടേംസിന്റെ സെറ്റ്, സാധാ സെറ്റ് ഉണ്ടല്ലോ, ടേംസിന്റെ സെറ്റുകൾ എടുത്താൽ അത് ബൗണ്ടഡ് ആയിരിക്കും. അത് ബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഉണ്ടാവും. അപ്പർ ബൗണ്ടിന്റെ ബി ലോവർ ബൗണ്ടിനെ എ എന്ന് വിളിച്ചിട്ട് ക്ലോസ് എബിന്റെ ഉള്ളിൽ കിടക്കുവായിരിക്കും നമ്മുടെ xn എന്നുള്ള ഇത്. അങ്ങനെയാണെങ്കിൽ ബൈസെക്ട് ഒരു പ്രത്യേക അറിയിപ്പ് I1 into 2 COVID-19 പശ്ചാത്തലത്തിൽ I1 dash താഴെ പറയുന്ന കാര്യങ്ങൾ I1 double dash ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ and let n1 is equal to 1 and divide the set മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. set of all n element of n greater than പരസ്പരം n1 into കുട്ടികൾ കഴിയുന്നതും കൂട്ടം കൂടി capital N1 is equal to പരീക്ഷ കഴിഞ്ഞ ഉടൻ set of all n belongs to n കൈകൾ such that ശുചീകരിക്കുന്നതിനാവശ്യമായ greater than n1 ആളുകളിൽ and ചെയ്യുന്നതാണ്. xn belongs to I1 dash. ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് ശേഷം ഇരിപ്പിടങ്ങളിൽ വെച്ചിട്ട് വേണം പുറത്തേക്ക് പോകാൻ. അത് ഒരു കാരണവശാലും പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പ്രത്യേകം അറിയിക്കുവാൻ കഴിയും. Okay, b1 is equal to താഴെ എഴുതാം. And b1 is equal to set of all n element of n greater than n1 and xn belongs to I1 double dash. ഇതൊക്കെ ചെയ്തത് ഒരു കൺസ്ട്രക്റ്റീവ് പ്രൂഫാണിത്. അത്രക്ക് പെട്ടെന്ന് തേക്കുന്ന പ്രൂഫല്ല, ഇത് ഒരു കൺസ്ട്രക്റ്റീവ് പ്രൂഫാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കിയാലേ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ.
അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ xn എന്ന ഈ സെറ്റ് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഉണ്ടാവില്ല. ബി സ്മോൾ എ ആൻഡ് സ്മോൾ ബി. then this set is contained in I1, that is ക്ലോസ് ഇന്റർവൽ എ ബിയുടെ ഉള്ളിൽ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ I1നെ ബൈസെക്ട് I1നെ രണ്ട് കഷ്ണങ്ങളാക്കാണ്, I1 ഡാഷും I1 ഡബിൾ ഡാഷും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഇൻഡിസസ് സെറ്റ് ഓഫ് ഇൻഡിസസ് ഉണ്ട്. n1 ആയിട്ട് ഞാൻ ഫസ്റ്റ് 1 എടുത്ത്, പിന്നെ നമ്മൾ ചിലപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് n ഗ്രേറ്റർ ദാൻ n1. ഇവിടെ ആക്ച്വലി ഈ സെറ്റ് എന്ന് പറയുന്നത് n1 1 ആയതുകൊണ്ട് n ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 3 മുതൽ അങ്ങോട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പറും 2 മുതൽ അങ്ങോട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 1 ആണ്. ആ സെറ്റിനെ ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി. എന്താണെന്ന് വെച്ചാൽ ഒരു കഷ്ണത്തിലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ n1നേക്കാൾ വലിയ എല്ലാ എണ്ണുകളും, അതായത് 1ന്റെ മുകളിലുള്ള എല്ലാ എണ്ണുകളും xn I1 ഡാഷിന് ഉണ്ടാവുന്ന. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എ ബിനെ നമ്മൾ എ ബിനെ രണ്ട് കഷ്ണങ്ങളാക്കി, I1 ഡാഷും I1 ഡബിൾ ഡാഷും. I1ൽ xn വരുന്ന എല്ലാ, ഇപ്പോൾ x1 ഇവിടെ, x2 ഇവിടെ, x3 ഇവിടെ, x4 ഇവിടെ, x5 x6 x7 ഇവിടെ, x8 x9 ഇവിടെ, x10 x11 ഒക്കെ ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ x2 x4 x6 ഒക്കെ ഇവിടെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, x2 x4 x6 ഒക്കെ I1 ഡാഷിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, A1ൽ ആയിട്ടുണ്ടാവും 2 4 6 ഒക്കെ ഉണ്ടാവും. ഓക്കെ, x3 I1 ഡാഷിലുള്ളതെങ്കിൽ 3 A1ൽ ഉണ്ടാവും 3. x11 ഇവിടെ ഉണ്ടെങ്കിൽ 11 ഈ സെറ്റിൽ ഉണ്ടാവും. ഇനി x8 I1 ഡബിൾ ഡാഷിലാണ് അപ്പുറത്താ കിടക്കുന്നതായിരിക്കും, x8 ഇപ്പുറത്താ കിടക്കുന്നതായിരിക്കാം. x8 എന്ന സീക്വൻസിലെ ടേം ഇപ്പുറത്താ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ മോണോട്ടോൺ സീക്വൻസ് ഒന്നും അല്ലെങ്കിൽ അത് പല തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി കളിക്കുക ചെയ്യുക. അപ്പോൾ x8 ഇപ്പുറത്താ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, x8 I1 ഡബിൾ ഡാഷിലാണെങ്കിൽ 8 B1ൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനെ നമ്മൾ രണ്ട് സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അവരുടെ യൂണിയൻ ഫുൾ നാച്ചുറൽ നമ്പറും കിട്ടും ചെയ്യും. യൂണിയൻ ഫുൾ നാച്ചുറൽ നമ്പർ കിട്ടൂല, 1ന്റെ മുകളിലുള്ള എല്ലാ നാച്ചുറൽ നമ്പറും കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, if A1 is infinite, ബാക്കി ഞാൻ മുകളിൽ ചെയ്യാം. If A1 is infinite, A1 infinite ആണ്. A1 infinite ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി മെനി ടേംസ് I1 ഡാഷിൽ ഉണ്ടെന്ന് അർത്ഥം. ഇൻഫിനിറ്റ്ലി മെനി ടേംസ് I1 ഡാഷിൽ ഉണ്ടെങ്കിൽ അതിൽ ഇൻഫിനിറ്റ്ലി മെനി ടേം A1ൽ ഉണ്ടാവും. അതിന്റെ സഫിക്സ് ഒക്കെ A1ൽ ഉണ്ടാവും, ഇഷ്ടംപോലെ ടേംസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ A1 ഇൻഫിനിറ്റ് ആണെങ്കിൽ ലെറ്റ് I2 ഈക്വൽ ടു I1 ഡാഷ്. Then take, if A1 is infinite, take I2 equal to I1 dash and N2 be the least natural number in A1. A1ലെ ഏറ്റവും ചെറിയ, A1ൽ കുറേ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണിത്. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ നമ്പറിന്റെ ഏതൊരു സബ്സെറ്റിന് എന്തുണ്ടാവും, വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി പ്രകാരം ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. ആ ലീസ്റ്റ് എലമെന്റിനെ ഞാൻ N2 എന്ന് വിളിച്ചു, N2. അപ്പൊ N1ന്റെ മുകളിലുള്ള എല്ലാ നാച്ചുറൽ നമ്പറിലും പെട്ട xnകളൊക്കെ I1 ഡാഷ് ഉണ്ടാവുന്ന ഏറ്റവും ചെറിയ ആൾ. ഈ സെറ്റ് ഇൻഫിനിറ്റ് ആണ് മാത്രം കേട്ടോ. സെറ്റ് ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിൽപ്പെട്ട ഏറ്റവും ചെറിയ നമ്പറിനെ ഞാൻ N2 എന്ന് വിളിച്ചു. ഇനി അല്ലാന്ന് വിചാരിക്കാം, if A1 is not infinite, that is if A1 is finite, A1 finite ആയി പോയാൽ then B1 must be infinite. അതെന്താ കാരണം? A1 ഫൈനൈറ്റ് ആയ B1 നിർബന്ധമായിട്ട് ഇൻഫിനിറ്റ് ആവും. എന്താ കാരണം? കാരണം എന്താ വെച്ചാൽ A1ഉം B1ഉം കൂടി യൂണിയൻ എടുത്ത് നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ് ഫുൾ ഉണ്ടാവും, ഏകദേശം നാച്ചുറൽ നമ്പേഴ്സ് ഫുൾ ഉണ്ടാവും എക്സെപ്റ്റ് ഒരു ഫൈനൈറ്റ്ലി മെയിൻ. ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് ഒരു ഫൈനൈറ്റ് ആണ് ഒഴിവായിട്ട് ഒരു സ്റ്റേജിന് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പറും ഉണ്ടാവും. ഒരു സ്റ്റേജിന് ശേഷമുള്ള N1 എന്നുള്ള സ്റ്റേജിന് ശേഷമുള്ള, ഇവിടെ 1 ആണ് N1, എന്തായാലും 1ന് ശേഷമുള്ള എല്ലാവരും ഉണ്ട്, അത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. എന്തായാലും അപ്പുറത്തെ കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ ഒരു സ്റ്റേജിന് ശേഷമുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇൻഫിനിറ്റ് സെറ്റാണ്. എത്ര വലുതാണ്, 1 കോടിക്ക് ശേഷമുള്ള നാച്ചുറൽ നമ്പർ ആയാലും അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. അല്ലെങ്കിൽ ഒരു 10,000 കോടിക്ക് ശേഷമുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലും അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ഫുള്ളായിട്ട് ഇൻഫിനിറ്റ്, ആ സെറ്റ് എന്തായാലും ഇൻഫിനിറ്റ് ആണ്. അതിനെ രണ്ട് കഷ്ണങ്ങളാക്കുക ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഫൈനൈറ്റ് ആണെങ്കിൽ A1ഉം B1ഉം ഫൈനൈറ്റ് ആയി പോയാൽ യൂണിയൻ ഫൈനൈറ്റ് ആയി പോകും. അപ്പം വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ ഒരാൾ ഫൈനൈറ്റ് ആയാൽ മറ്റേ ഇൻഫിനിറ്റ് ആവാൻ നിർബന്ധമാവും. ഒന്നുകിൽ
രണ്ടാളും ഇൻഫിനിറ്റ് ആവും, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇൻഫിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇൻഫിനിറ്റ് ആയിരിക്കും, അപ്പോഴേ യൂണിയൻ ഇൻഫിനിറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ A1 ഫൈനൈറ്റ് ആയാൽ പിന്നെ പിന്നീട് എന്തായാലും എന്താവണം, ഇൻഫിനിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ വി ടേക്ക് അപ്പൊ നമ്മൾ എടുക്കുക I2 ആയിട്ട് എടുക്കുക, I1 ഡബിൾ ഡാഷ് ആണ്. I2 ആയിട്ട് I1 ഡബിൾ ഡാഷ് എടുക്കും. കാരണം എന്താ വെച്ചാൽ I1 ഡബിൾ ഡാഷ് എക്സൻ വരുന്നതാണല്ലോ വരുന്നത്. അപ്പോൾ B2 ആണ്, B1 ആണ് ഇൻഫിനിറ്റ് എങ്കിൽ നമ്മൾ ഇതാണ് എടുക്കുക, I1 ഡബിൾ ഡാഷ്. I1 ഡബിൾ ഡാഷിനെ നമ്മൾ എന്ത് വിളിക്കും, I1 ഡബിൾ ഡാഷിനെ നമ്മൾ I2 എന്ന് വിളിക്കും. ആൻഡ് N2 be the, ഈ കേസിൽ N2 be the ലീസ്റ്റ് നാച്ചുറൽ നമ്പർ ഇൻ B1. B1ലുള്ള ലീസ്റ്റ് നാച്ചുറൽ നമ്പർ ആയിട്ട് അതിന് എടുക്കും. ഓക്കെ, now we bisect I2 into I2 dash and I2 double dash. ഇനി നമ്മൾ നേരത്തെ പോലെ റിപ്പീറ്റ് ചെയ്യാം. I2 നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ I2 കിട്ടിയിട്ടോ, നേരത്തെ I2 ഒന്നുകിൽ I1 dash ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ഈ ഭാഗമായിരിക്കും. സപ്പോസ് ഈ ഭാഗം വിചാരിക്കുക, I1 ഡബിൾ ഡാഷ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്ക്, എന്തായാലും I2നെ നമ്മൾ I2 ഡാഷും I2 ഡബിൾ ഡാഷും ആക്കും. I2നെ I1 ഡബിൾ ഡാഷ് ആണ് ഇപ്പോൾ നമ്മൾ എന്തായത് I2 ആയത്, I2. അപ്പോൾ I2 ഡാഷ് I2 ഡബിൾ ഡാഷ്. ഓക്കെ, അപ്പൊ നേരത്തെ I1 വലുതായിരുന്നു, I2 അതിന്റെ പകുതിയായിട്ടോ, I2 അതിന്റെ പകുതിയായി. ഇനി നോക്കുക, I2 ഡാഷ് ആൻഡ് I2 ഡബിൾ ഡാഷ് ആൻഡ് ലെറ്റ് N2 എന്താണ് നമ്മൾ മുകളിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് ഡിവൈഡ് ദ സെറ്റ് സെറ്റ് n element of n greater than n2 into A2 equal to set n element of n greater than n2 and xn belongs to I2 dash. And B2 equal to n element of n greater than n2 and xn belongs to I2 double dash. നേരത്തെ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നേരത്തെ പോലെ ചെയ്ത് ഞാൻ ഫസ്റ്റ് എഡിറ്റ് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും if A2 is infinite, we take I3 equal to I2 dash. നോക്ക്, I2 ഡാഷിലാണ് xn അവിടെ A2. അങ്ങനെയാണെങ്കിൽ നമ്മൾ A2 ആണ് ഇൻഫിനിറ്റ് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, I3 ആയിട്ട് എടുക്കുക, പുതിയ I3 ആയിട്ട് എടുക്കുക, I2 ഡാഷ് നമ്മൾ എന്തെടുക്കും, I2 ഡാഷിന് I3 ആയിട്ട് എടുക്കും. ഇത് I3 ആയി മാറി. വീണ്ടും പകുതിയായിട്ടോ, ആദ്യം പകുതിയായി, പിന്നെ ഉള്ള പകുതിനെ വീണ്ടും പകുതിയാക്കി, ഉള്ളോട്ട് പോവുക. നെസ്റ്റഡ് സീക്വൻസ് ആണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നെസ്റ്റഡ് ഇന്റർവൽ തിയറി ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ നെസ്റ്റഡ് ഇന്റർവൽ കൺസ്ട്രക്ട് ചെയ്യാൻ, നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവൽ കൺസ്ട്രക്ട് ചെയ്യാണ്. ആദ്യം I1, അതിന്റെ പകുതി I2, ഇതിന്റെ പകുതി I3, അതിന്റെ പകുതി I4, അങ്ങനെ ഉള്ളിലേക്ക് വരികയാണ്. ലെങ്ത് എങ്ങനെ വരുന്നത്, ആദ്യ ലെങ്ത് I1ന്റെ ലെങ്ത് എത്ര, B മൈനസ് എ അല്ലെ, AB ആണല്ലോ ഇന്റർവെൽ, B മൈനസ് എ, പിന്നെ അതിന്റെ പകുതി B മൈനസ് A/2, B മൈനസ് A/4, B മൈനസ് A/8, B മൈനസ് A/16, അങ്ങനെ പോവുക ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും അടക്കട്ടെ. ഇനി എന്ത് ചെയ്യാം, I2 dash and N2 be the least natural number in A2. അല്ല, if A1 ആണ്, A1 ഫൈനൈറ്റ്, A2 ഫൈനൈറ്റ് ആയി പോയാൽ B2 must be infinite. We take I3 equal to I2 double dash and N3 be the least natural number in B2. Okay. Now we bisect I3 into I3 dash and I3 double dash. Continuing like that. Okay, B2. Continuing like that, we get a nested sequence I1 nested sequence of intervals I1 superset of I2 ന്റെ ഉള്ളില് I3 ന്റെ ഉള്ളില് I4 etc IK etc and length of IK is equal to B minus A divided by എത്ര വരും, I1 ന്റെ ലെങ്ത് എത്ര, B minus A, length of I1 B minus A, length of I2 B minus A ന്റെ പകുതി, length of I3 B minus A by അതിന്റെ 2 സ്ക്വയർ 4. അങ്ങനെയാണ് ലെങ്ത് ഓഫ് IN എന്താ വരിക, ലെങ്ത് ഓഫ് IK എന്താ വരിക, ലെങ്ത് ഓഫ് IK വരിക B minus A by 2 raised to K ആണോ, അല്ല 3 ആവുമ്പോൾ 2 ആവുമ്പോൾ 1,
1 ആവുമ്പോൾ 0, 2 raised to 0 ആണ്. അപ്പോൾ 2 raised to k minus 1. b minus a by 2 raised to k minus 1. Length of ik is b minus a by 2 raised to k minus 1. Okay. And x and k belongs to ik. അങ്ങനെ ബൈ കൺസ്ട്രക്ഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ നമ്മുടെ ബോർഡിൽ മായ്ച്ചത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ എന്നൊന്ന് മൈലേക്ക് നോക്കിയാൽ മതി. നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് ആൻഡ് കെ A2 ആരുണ്ട്? A2 set of all n element of n such that n greater than n2 and xn belongs to I2 dash. അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? n2 ആയിട്ട് എടുത്തത് എന്താ? n2 ആയിട്ട് ഇവിടുത്തെ മിനിമം എലമെന്റ് എടുക്കുന്നു. n2 ആയിട്ട് നേരത്തെ ഇവിടുത്തെ a1 ഇത്. അപ്പൊ n2 ആയിട്ട് I1 dash a1 ആയിട്ട്. അങ്ങനെയാണ് n2 ആയിട്ട് എടുത്തത്. ഇതിലെ ഏറ്റവും മിനിമം നമ്പർ ആണ്. ഇതിലെ ഏറ്റവും മിനിമം നമ്പറിനാണ് a1 ഇൻഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ എടുത്തത് n2 ആയിട്ട് ഇതിലെ മിനിമം നമ്പറിനാണ്. അപ്പൊ നമ്മൾ എന്ത് വരും? n element of n greater than n1 xn belongs to I1 dash. Okay. അപ്പോൾ n2 ഈ സെറ്റിലെ മിനിമം എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? n2 ഒരു നാച്ചുറൽ നമ്പർ ആണ്. n2 n1നേക്കാൾ വലുതാണ്. xn2 I1 ഡാഷിനുണ്ട്. xn2 എവിടെ ഉണ്ട്? I1 ഡാഷ്. ഈ I1 ഡാഷിനെ നമ്മൾ എന്താ വിളിച്ചത്? I2 എന്ന് വിളിച്ചു. അപ്പോൾ x2 belongs to I2 എന്ന് കിട്ടി. ഇതേപോലെ കൺസ്ട്രക്ഷൻ പോകുമ്പോൾ x3 belongs to I3, x4 belongs to I4, അങ്ങനെ പോയിട്ട് ഓക്കെ ഇതാ n2 ആണ്. xn2 belongs to I2. സോറി x2 അല്ല, xn2 belongs to I2. ഓക്കെ. n2 ഇതിലെ സ്മോളസ്റ്റ് എലമെന്റ് ആണെന്ന് പറയുമ്പോൾ എന്താ? n2 എവിടെ ഉണ്ട്? a1 n2 a1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? a1 ഒരാളെ പ്രത്യേകത എന്താ? a1 n ഉണ്ടെങ്കിൽ xn I1 ഡാഷിലുണ്ട്, n ഉണ്ടെങ്കിൽ xn I1 ഡാഷിലുണ്ട്, n2 ഉണ്ടെങ്കിൽ xn2 I1 ഡാഷിലുണ്ട്. പക്ഷേ ഈ I1 ഡാഷ് ആരാ? ഈ കേസിൽ a1 ഇൻഫിനിറ്റ് ആവുമ്പോൾ ദാറ്റ് ഈസ് n2 എന്ന് നമ്മൾ ഇതിനെ വിളിച്ചാൽ ഇതിലെ n2 എന്ന് പറഞ്ഞാൽ ഇതിലെ മിനിമം എലമെന്റിനെ n2 എന്ന് വിളിക്കുന്ന ആ കേസിൽ I1 dash ആരാ? I2 ആണ്. അപ്പോൾ എന്താ വരുന്നത്? xn2 belongs to I2. Similarly xn3 belongs to I3, xn4 belongs to I4. In general xnk belongs to ik. By nested interval property, nested interval theorem, by nested interval theorem there exists a theta belongs to I1 such that there exists a theta such that theta belongs to ik, theta belongs to ik for every k. Therefore xnk-യും theta-യും എവിടെ ഉണ്ട്? ik-യിലുണ്ട്. xnk-യും ik-യിലുള്ളത്, theta-യും ik-യിലുള്ളത്. നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി പ്രകാരം യൂണിക് theta ഉണ്ടാവും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് theta-യും xnk-യും ik-യിലായതുകൊണ്ട് therefore xnk minus theta എവിടെ ഉണ്ടാവും? നമ്മുടെ ik-യിലുള്ളതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് എത്ര വരിക? ലെങ്ത് എത്ര വരിക? ലെസ് ദാൻ ഓർ ഈക്വൽ ടു b minus a by 2 raised to k minus 1 which tends to 0 as k tends to infinity. k ഇൻഫിനിറ്റിയിലേക്ക് പോയി. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകും തോറും ഈ 2 raised to k minus 1 വലുതായി ഈ ടോട്ടൽ ക്വാണ്ടിറ്റി എന്തിലേക്ക് പോകും? 0ലേക്ക് പോകും. xnk theta-യിലേക്ക് പോകും. Therefore xnk converges to theta. So we got a subsequence xnk which converges to theta. Hence the proof. So we got a subsequence x dash is equal to xnk such that xnk converges to theta. Therefore hence the proof. ഓക്കെ, ഇതാണ് നമ്മുടെ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറത്തിന്റെ പ്രൂഫ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.